കുഞ്ഞിച്ചോമിനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 13 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല തെറി എന്നെ പറയുന്നുണ്ടെന്ന്. കാര്യം കഴിഞ്ഞൊരു വീക്കായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസിലൊന്നും എനിക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വീക്ക് തൊട്ട് നമ്മൾ ആ പഴയ ഫ്ലോയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാൻ പോകുകയാണ്. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴത്തെ ഒരു ഹൈപ്പ് ഇടാനുണ്ടല്ലോ, അതും കൂടെ അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റെയ്നയാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ഇപ്പോൾ വെറുക്കുന്നുണ്ട്. കാര്യം എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറയുന്നുണ്ട് ആർത്തർ ഇപ്പോഴും എൻ്റെ ഫാമിലിയാണെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ മറ്റൊരാൾ കൂടെ പറയുന്നുണ്ട് അവന് എന്നോട് പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവനാട്ടെ അവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയാമായിരുന്നു ആർത്തർ ശരിക്കും ഡിഫറൻ്റ് ആണെന്ന്. സത്യം പറഞ്ഞാൽ അതെൻ്റെ പ്രൈഡ് കാരണം ഞാൻ കണ്ണടച്ച് കളഞ്ഞതാണ്. അവൻ ആലോചിച്ച് നോക്കി, അവനൊരു ജീനിയസ് ആയിരുന്നു. ഞാൻ നൂറ്റാണ്ടുകളിൽ ഉണ്ടാകുന്ന ഒരു ജീനിയസിനാണ് എൻ്റെ മകൻ എന്ന രീതിയിൽ വളർത്തിയത്. അത് എൻ്റെ എല്ലാ സയൻസും അവൻ മുന്നിൽ കാണിച്ചിരുന്നു. അവൻ്റെ ബിഹേവിയറും അവൻ്റെ ഏർലി ഏജുള്ള കാര്യങ്ങളും ബാക്കിയുള്ള പ്രോസസ്സും സ്പോർട്സ്മാൻഷിപ്പും ടാലൻറ്റും മേജും എല്ലാം തന്നെ. അവൻ പോയി കേട്ടോ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ആലോചിക്കുമായിരുന്നു അവൻ എപ്പോഴായിരിക്കും ഇത് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന്. റീന, താങ്കൾക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നു. നിങ്ങൾ പറയാത്ത പല കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്. ആ പയ്യനെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു. അവനെ പയ്യാന്ന് വിളിക്കാൻ പറ്റുമോ? പിന്നെ അല്ലാതെ അവനൊരു കൊച്ചുകുട്ടിയല്ലേ എൻ്റെ ഫ്രണ്ടി. അവൻ ഇത്ര വലുതായാലും എന്തിന് നീയും എൻ്റെ ഫ്രണ്ടി ഒരു കുട്ടിയല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആൾക്കാർ വലുതാകുന്നിടത്താണ് അവരുടെ ഏജും ഇൻ്റലിജൻസൊക്കെ അതിനനുസരിച്ച് മെച്യൂറാണ്. പക്ഷേ അവൻ്റെ കാര്യമോ, അവനിപ്പോൾ എന്തുമാത്രം മെച്യൂറാണെന്ന് നിങ്ങളെക്കാട്ടും നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആർത്തറിന് അത് രണ്ടും നന്നായിട്ടുണ്ട്. ഇൻ്റലിജൻസും നല്ല മെച്യൂരിറ്റിയും. അതിനൊക്കെ എഗ്രി ചെയ്യാൻ പറ്റത്തില്ലേ? ആ ടൈമിൽ തന്നെ അവളുടെ കയ്യിലാട്ടെ ഒരു പൊതിയിരിപ്പുണ്ടായിരുന്നു. എന്താടാ നീ എഗ്രി ചെയ്യത്തില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞല്ല ആർത്തർ. എനിക്കറിയാം ഇപ്പോഴും നിന്റെ മനസ്സ് പറയുന്നത് ആർത്തർ ഇതൊന്നും നിങ്ങളോട് പറയണ്ടായിരുന്നു എന്നാണ്. പക്ഷേ നീ നാലിച്ച് നോക്കിയേ, അത് നല്ല കാര്യം തന്നെയല്ലേ ചെയ്തത്. നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അവൻ എന്ത് പറഞ്ഞാലും നിന്റെ ഹൃദയമാണ് നിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി. നീ എങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. ഇമോഷൻസിന്റെ കാര്യം കൺട്രോൾ ചെയ്യുന്നത് അത് കുറച്ച് പാടാണ്. പക്ഷേ നീ ലോജിക്കലി ചിന്തിച്ചു നോക്കിയാൽ അതങ്ങനെയല്ല. പക്ഷേ ആർത്തർ അല്ല ഞങ്ങളോട് പറഞ്ഞപ്പോൾ കൂടുതൽ ഇമോഷണലാക്കാട്ട് കൂടുതൽ ലോജിക്കലാണ് പറഞ്ഞത്. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്താണ് ചിന്തിക്കണമെന്ന് ചില സമയത്ത് മനസ്സിലാകാത്ത പോലുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവനൊരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് എനിക്ക് അവനെ ഓർമ്മയുണ്ട്. അത് വെച്ച് നോക്കാത്ത അവൻ ശരിക്കും നന്നായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അവനെന്തായാലും അവൻ്റെ പീക്കിലേക്ക് എത്താറായിട്ടുണ്ട്. സോ സേഫ്റ്റിയും കംഫർട്ടും ഇനി അവന് ആവശ്യമാണ്. അല്ല, ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും ഇത് കയ്യിലായിട്ട് വെച്ചോ. പിന്നെ ഞാൻ നിൽക്കൊണ്ടുള്ള ഫുഡ് പിന്നെ ആർത്തൻ്റെ മാസ്റ്റർ പുള്ളിക്കാരാണ് ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നത്. ഇത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞത്. ഗിഫ്റ്റോ? പെട്ടെന്ന് അവൻ തുറന്നു നോക്കിയപ്പോഴാണ് അതാട്ടെ ഒരു ചെറിയൊരു കരടിയായിരുന്നു. അയ്യോ, ഇത് നല്ല ക്യൂട്ടാണല്ലോ പപ്പ, അതെന്തുവാണ്? ഞാനെന്നെ വെച്ചോട്ടെ. എൻ്റെ പൊന്നോ, നീ എന്നെ പേടിപ്പിച്ചളഞ്ഞു. അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ രണ്ട് കണ്ണുകളും സിങ്കായി. ആ ടൈമിൽ തന്നെ റേ പറയുന്നുണ്ട്, ഒരു ബാറ്റിലേക്ക് മാനബീസിനെ റൈഡ് ചെയ്ത് പോകണമെന്ന് ഉള്ള എൻ്റെ ഡ്രീം ദേ പോയി. അല്ല, നിൻ്റെ പേര് എന്ത് വെക്കൂ? ഒരു കാര്യം ചെയ്യും, ബൂ എന്ന് വെക്കാം. ബൂവോ? പിന്നെ അല്ലാതെ അവനെ കണ്ട അവനെ കാണാതെ തന്നെ ബൂ എന്ന് പറയാൻ തോന്നും. പപ്പ, പിന്നെ അമ്മ എണീറ്റിരിക്കാനോ കേട്ടോ, അവിടേക്ക് ചെല്ലി. അങ്ങനെ റേ ആട്ടെ അതിലേക്ക് പോകുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവൾ ചോദിക്കുകയും ചെയ്യും, ഞാൻ കുറേ നേരമായി ഉറങ്ങിയിട്ട്. കുറച്ച് നേരമായി. ആർത്തറോ? അവൻ പോയല്ലേ? പോയി. ഞാൻ ശരിക്കും ഒരു മോശപ്പെട്ടൊരു സ്ത്രീയാണല്ലേ? നീ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ആർത്തറിന് മേലെന്ന് പറഞ്ഞില്ലേ? എനിക്കങ്ങനെ പറയാൻ ഒരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, അത് നോർമലാണ്. നമ്മളെന്നല്ല ആരായാലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളല്ലോ. ഞാൻ ശരിക്കും മോശമായ ഒരാൾ തന്നെയാണ്. ആർത്തറിനെ ഞാൻ ഡൗട്ട് ചെയ്തു. ഞാൻ വളർത്തിയ എൻ്റെ മകൻ ആർത്തറാണോ എന്ന് വരെ ഞാൻ പറഞ്ഞുപോയി. അല്ല, ഞാൻ എന്തുവാണ് അവളോട് പറയേണ്ടത്? ആലീസിനായിരിക്കും ഏറ്റവും സങ്കടമുള്ളത്. കാര്യം അവനെ പ്രസവിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ വേദന സഹിച്ചത് അവളല്ലേ. എന്നിട്ട് ഇപ്പോൾ അവൾ ഇതൊക്കെ കേൾക്കാൻ നേരത്ത് അവളുടെ കൺട്രോളിൽ പോയി കാണും. കോപ്പ്, ഞാൻ എന്ത് പറയും? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആലീസിന് ഇപ്പോൾ താങ്ങായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഹണി, എന്നോട് ക്ഷമിക്ക്. നീ ക്ഷമയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഫീലിങ്സ് ആണ്. നീ വേറൊന്നും ആലോചിക്കൊന്നും വേണ്ട. അല്ല, അവരിനി എപ്പോൾ തിരിച്ചു വരും? കുറച്ച് വർഷങ്ങളാകുമെന്നാണ് പറഞ്ഞത്. വർഷങ്ങളോ? അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആർത്തറങ്ങാൻ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മകൻ എങ്ങനെ എത്തിയിരുന്നേ? ഇത് കേട്ടപ്പോൾ റേ എന്ന് ഞെട്ടി. ആലീസ് പ്ലീസ്, നീ അങ്ങനെയൊന്നും പറയരുതേ. അല്ല, അവൻ നിന്നെപ്പോലെ കറേജസ് ആയിട്ടിരിക്കുമോ അതോ എന്നെപ്പോലെ കെയർഫുള്ളായിട്ട് ചിയർലെസ് ആയിട്ടിരിക്കുമോ? ഹണി, നീ എന്താണ് പറയുന്നത്? ആർത്തർ
എന്ത് ആർത്തർ നമ്മുടെ മകനാണെന്നോ? നീ നാല് ചൊക്കറെ നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആർത്തർ നിന്നെ പോലെയാണ്, ആർത്തർ എന്നെ പോലെയാണ്, ആർത്തർ നമ്മളെ പോലെയാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കരയാനായിട്ട് തുടങ്ങി. എനിക്കിപ്പോഴും കോൺഫിഡൻ്റ് ആർത്തറിനെ നമ്മുടെ മകനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, പക്ഷെ അടുത്ത തവണ അവനെ കാണുന്നിടത്ത് അത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മളല്ലേ അവനെ നോക്കിക്കണ്ടത്. നമ്മൾ ഒരുമിച്ച് ചിരിച്ചു, ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തു, ഒരുമിച്ച് കരഞ്ഞു. ഒന്നാലോചിച്ചൊക്കെ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ പോയത്. അതൊരു ഫാമിലി ചെയ്യുന്ന ഒരു കാര്യമല്ലേ? സൈറസിലേക്ക് വരുന്ന വഴി നീ നാലിച്ചൊക്കെ അടുത്ത നിനക്ക് വേണ്ടി അവൻ്റെ ജീവൻ വരെ പണയം വെച്ചില്ലേ? അവന് നിന്നെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ, അവന് നിന്നെ അമ്മ എന്നൊക്കെ രീതി കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അവനങ്ങനെ ചെയ്യുമോ? നീ ഒരിക്കലും ഒരു ഹൊറിബിളുള്ള പേഴ്സണല്ല. നമുക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കാൻ പറ്റൂ. നീ എങ്ങനെയെങ്കിലും നോക്കിയല്ലേ? ഞാൻ കരയുന്നുണ്ട്. ഞാൻ കുറച്ച് മോശമായിട്ടല്ല ഇരിക്കുന്നത്. അങ്ങനെയൊന്നും പറയണമെന്ന് പറഞ്ഞിട്ട് അവനാട്ടെ പെട്ടെന്ന് ആൾക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. നീ ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ. അമ്മ വേഗം വാ, ഞാൻ ബൂവിനെ കാണിച്ചു തരാം. ബൂവോ? അതെന്താണ്? അതിനെപ്പറ്റി ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ ഒന്ന് ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു എപ്പിയത്തീസാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ആർത്തറും വിസ്റ്റവും കൂടെ അവിടേക്ക് വന്നിട്ടുണ്ട്. സോ ഇതാണല്ലേ ലാൻഡ് ഓഫ് ഡേറ്റീസ്. ഇത് ശരിക്കും മനോഹരമാണല്ലോ. ആർത്തർ, വെൽക്കം ടു എപ്പിയത്തീസ്. കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇന്ദ്രഡ് ക്ലാനിലെ ക്യാസിൽ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു വലിയൊരു ഡ്രാഗന്റെ മനോഹരമായ ഒരു ക്യാസിലാണ്. അങ്ങനെ ആർത്തറും വിസ്റ്റവും കൂടെ ആ ഒരു ക്യാസിലകത്തേക്ക് കയറാറായിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ വാച്ച്മാൻസും ഗാർഡ്സും ഒന്നുമില്ലേ? നമ്മളിവിടെ എത്തിയ അടുത്ത സെക്കൻഡ് മുതൽ തന്നെ നമ്മളെ അവർ നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീ എന്തായാലും വാ, ലോർഡ് ഇന്ദ്രജിത്ത് കുറച്ചു നേരമായി നമ്മളെ അന്വേഷിച്ച് നിൽക്കുവാണ്. ആ ടൈമിൽ തന്നെ ആ മനോഹരമായ ക്യാസിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവരകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, സോ ഇതാണല്ലേ സിൽവിയുടെ വീട്? അല്ല, ഓൾമൈറ്റി ലോർഡായുള്ള ഇന്ദ്രജിത്തിനെ കാണുന്നതിന് മുമ്പ്, സിൽവിയുടെ ഗ്രാൻഡ് ഫാദറിനെ കാണുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നീ എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാര്യം ഇതൊരു പർട്ടിക്കുലറായുള്ള സിറ്റുവേഷനാണ്. നമുക്ക് എന്തായാലും മുന്നിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും മുന്നിലേക്ക് നടന്നു. ആ സമയത്ത് തന്നെ 2 ആശ്വാസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, എൽഡർ വിസ്ഡം. സോ അവസാനം ആ മനുഷ്യനുമായിട്ട് ഇവിടേക്ക് എത്തിയല്ലേ? അല്ല, പ്രിൻസസിനെ ഇവൻ ക്യാരി ചെയ്യേണ്ട കാര്യമുണ്ടോ? നീ അത് വെറുതെ വിട്ടേ. കാര്യം അതവൻ്റെ ബോണ്ടാണ്. അല്ല, നിങ്ങളെന്താ ഞങ്ങൾ അകത്തേക്ക് വിടത്തില്ലേ? അടുത്ത സെക്കൻഡിൽ തന്നെ അവരാ വലിയൊരു ഗേറ്റ് തുറന്നു. ഈ ടൈമിൽ തന്നെ ആർത്തർ ശരിക്കും ക്യൂരിയസും അതേപോലെ തന്നെ കൺഫ്യൂസ്ഡുമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ അങ്ങനെ നീണ്ടു നിവർന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിൽവിയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ലോർഡ് ഇന്ദ്രജിത്തിനാണ്. ആ ടൈമിൽ തന്നെ വിസ്റ്റം താഴത്തേക്ക് കുനിഞ്ഞു, മൈ ലോർഡ്. സോ ഇതാണല്ലേ ലോർഡ് ഇന്ദ്രജിത്ത്? പക്ഷെ അവൻ്റെ ഔറ എനിക്കൊന്നും സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. നെക്സ്റ്റ് സെക്കൻഡിലാണ് അത് സംഭവിച്ചത്. കോപ്പ്, ഇതെന്ത് സംഭവിക്കുവാണ്? എൻ്റെ ശരീരം കത്താൻ തുടങ്ങിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവനെൻ്റെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ആർത്തർ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. അടുത്ത സെക്കൻഡിൽ സിൽവിനെ അവൻ്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായി. അവൻ നോക്കാൻ നേരത്ത് നമ്മുടെ ലോർഡ് ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ സിൽവി ഇരിപ്പുണ്ട്. അതുകൊള്ളാം, എനിക്ക് എൻ്റെ പേരക്കുട്ടീനെ ഒന്ന് കാണാൻ പോലുള്ള അവകാശമില്ലേ? എനിക്ക് മനസ്സിലായി, നീ ഇവളെ ട്രെയിൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അവളുടെ മാനർ ലെവൽസ് ശരിക്കും ലോയുമാണ്. ഇപ്പോൾ അവളുടെ ഹൈബർനേഷൻ സ്റ്റേജിലാണുള്ളത്. നീ അവളെ റീസെൻ്റ്ലി നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലേ? മൈ അപ്പോളജീസ് മൈ ലോർഡ്. ഞാൻ സത്യം പറഞ്ഞാൽ ഡിക്കത്തനിൽ വെച്ച് തന്നെ ലേഡി സിൽവിനെ ട്രെയിൻ ചെയ്യേണ്ടതായിരുന്നു. താങ്കളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാര്യമില്ല, സിൽവിയുടെ കാര്യം ഞാൻ പേഴ്സണലി നോക്കിക്കോളാം. ആർത്തറിന് ഇതൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവൻ സിൽവിനെ ഒന്ന് തൊടുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ ചാടി എണീറ്റു. ആ ടൈമിൽ തന്നെ അവിടെ 2 പേരും ഐസ് തമ്മി മെറ്റ് ചെയ്തിട്ടുണ്ട്. പപ്പ, ഞാനിത് എവിടെയാണ്? ഞാൻ സേഫാണോ? സിൽവി, നീ പേടിക്കൊന്നും വേണ്ട, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണെന്ന് മാത്രം. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എങ്കിൽ ഞാൻ മാറി കിടന്നോട്ടെ. പിന്നെന്താ, നീ കിടന്നോളൂ. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ തൻ്റെ ടോൺ മാറ്റിയിട്ട് പറയുന്നുണ്ട്, ലോർഡ് ഇന്ദ്രജിത്ത്, എൽഡർ വിസ്റ്റമിനോട് പറഞ്ഞിരുന്നു എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യാനായിട്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഏതെങ്കിലും ഡഞ്ചനിലേക്കോ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ എന്നെ ട്രെയിൻ ചെയ്യാനായിട്ട്. ഇവിടേക്ക് കൊണ്ടുവന്നിൽ അതിനെന്തോ ഒരു അർത്ഥമില്ല. എനിക്ക് കാര്യങ്ങളപ്പം മനസ്സിലാകുന്നുണ്ട്. അഗ്രോണയുടെ ആർമിയുടെ എതിരെ നിൽക്കാനായിട്ട് നീ ഞങ്ങൾക്ക് നെസസറി ആയുള്ള ഒരു പീസാണ്. അതുമാത്രമല്ല, വരാൻ പോകുന്ന യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും മ്യൂച്വൽ ഉള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നും നിനക്കറിയാമല്ലോ. സോ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിസ്റ്റത്തിന്റെ കൂടെ സെവറലായുള്ള സ്പെഷ്യലിസ്റ്റിനെ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും നിന്നെ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. നീ ജസ്റ്റ് ഇതൊരു ഹോണറായിട്ട് മാത്രം കരുതിയാൽ മതി. കാര്യം ഇങ്ങനെ ട്രെയിനിങ് കിട്ടുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ടാലന്റഡായുള്ള യങ് ജനറേഷൻസിന് മാത്രമാണ്. അല്ല, അപ്പോൾ യുദ്ധം എപ്പോൾ വരും? എനിക്ക് ആവശ്യത്തിന് സമയമുണ്ടോ? അതിനെപ്പറ്റി നീ വറിച്ചേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ട്രെയിനിങ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. യുദ്ധത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഞാൻ വിസ്റ്റത്തിനെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഹോം ലാൻഡിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കുമല്ലോ. അല്ല, അപ്പോൾ സിൽവിയോ? അവളെന്തായാലും എൻ്റെ കൂടെ നിന്നോളൂ ട്രെയിനിങ് അവസാനിക്കുന്നവരെ.
അതെന്ത് പറച്ചിലാണ്? അപ്പോൾ ഞാൻ ഇനി എപ്പോഴേക്കും സിൽവിനെ കാണാൻ പറ്റുന്നത്? എനിക്ക് സിൽവിനെ കാണണ്ടേ? ആർത്തർ മതി, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തറിനെ അവൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ ദൂരത്തേക്ക് നടക്കുന്നതാണ്. എനിക്ക് ഈ മീറ്റിങ്ങിൻ്റെ ഒരു പോയിന്റ് പോലും മനസ്സിലായില്ല. എനിക്കും അത് തോന്നി. അല്ല, അതിലുപരി സിൽവിനെ അവർ കൊണ്ടുപോകുന്നു എനിക്ക് ഒട്ടും ഓർത്തില്ല. നിന്റെ ആശ്വാസിന്റെ റിലേഷൻഷിപ്പ് അത് കുറച്ച് ടോളറൻസിലാണുള്ളത്. സോ ലോർഡ് ഇന്ദ്രജിത്ത് നിന്നെ പ്രൈവറ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്തത് തന്നെ. അത് മാത്രമല്ല, നീ നിന്റെ പ്രൈഡ് അത് എടുത്ത് വെക്കുന്നതും വേണ്ട. കാര്യം നിന്നെ ലേഡി സിൽവിനെ ഇവിടെ ആരും തന്നെ മിസ്ട്രീറ്റ് ചെയ്യുന്നതല്ല. കാര്യം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് മനസ്സിലായി. കാര്യം നെസസറി ആയുള്ള പീസ് എന്ന് പറഞ്ഞപ്പോഴും പിന്നെ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ലോർഡ് ഇന്ദ്രജിത്ത് എനിക്ക് നന്നായിട്ട് ഫോക്കസ് ആയിരുന്നുണ്ടായിരുന്നു. ആർത്തർ, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ റെഡിയാക്കിയോ? റെഡിയാകാനോ? മണിക്കൂറുകളായിട്ട് നമ്മൾ നടക്കുവാണ്. ഇപ്പം തന്നെ ട്രെയിൻ ചെയ്യണമെന്ന് ചോദിക്കാൻ നേരത്ത് ആർത്തന്നെ അവൻ വലിച്ച് അവിടെ ഒരു മരത്തിലേക്ക് എറിയുവാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ച് അവൻ നേരെ താഴ്ത്തേക്ക് വീഴുന്നുണ്ട്. ഒരു ഗുഹയിലായിട്ടായിരുന്നു. കോർഡ്രി, നിന്നെ കുറച്ച് നാളായില്ലേ കണ്ടതിൽ സന്തോഷം. എൽഡർ വിസ്റ്റം, താങ്കളിൽ കണ്ടതിൽ സന്തോഷം. ആ ടൈമിൽ തന്നെ ഒരുത്തൻ അവിടേക്ക് നടന്ന് വരുന്നുണ്ടായിരുന്നു. സോ എൻ്റെ അസംഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനായിരിക്കണം ആർത്തർ. ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ടായുള്ള കോർഡ്രിയാണ്. അവൻ ആൾഡിയർ പോലെ മറ്റൊരു ക്ലാനിലെ മെമ്പർ കൂടിയാണ്. ആർത്തർ പറഞ്ഞത് നൈസ് ടു മീറ്റ് യു. വിസ്റ്റം, എനിക്ക് തോന്നുന്നു ലോർഡ് ഇന്ദ്രജിത്ത് താങ്കൾക്ക് ഏത്തിയർ ഓർബ് തന്നിട്ടുണ്ട്. അതെ. സോ ലോർഡ് ഇന്ദ്രജിത്ത് ഇവനും ഇത് അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എത്തിയർ ഓർബ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് നിന്റെ ട്രെയിനിങ്ങിനെ നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഈ ഓർബ് പവർഫുൾ ആയുള്ള ഒരു എലമെന്റ് ആണ്. ഈവൻ ബാക്കിയുള്ള കാര്യങ്ങളെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഈ യൂണിവേഴ്സിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പവറാണ്. നിന്റെ സോളിനെ ആ ഓർബിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ടൈമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓർബിൻ്റെ ഒപ്പം തന്നെ എക്സ്ക്ലൂസീവ് ഉള്ള ട്രെയിനിങ് ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ അദ്ദേഹം അനുവാദം തന്നിട്ടുണ്ട്. ആർത്തർ, ഈ താഴത്തുള്ള ഈ ലിക്വിഡില്ലേ, ആ ലിക്വിഡ് നിന്റെ ട്രെയിനിങ് പീരീഡിനെ ആക്സലറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെന്തായാലും നിനക്ക് വൈകാതെ മനസ്സിലാവുന്ന എനിക്കൊന്നും മനസ്സിലാവുന്ന പറയുന്നത് തന്നെ ആ ലിക്വിഡ് തന്നെ പൊതിയാൻ തുടങ്ങി. ഈ ടൈമിൽ തന്നെ വിസ്റ്റം പറയുകയും ചെയ്യും, അത് നീ കണ്ടു തന്നെ മനസ്സിലാക്കൂ. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.